നമസ്കാരം. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് നമ്മൾ ആർഷഭാരതത്തിൽ പൗരാണിക ഋഷീശ്വരന്മാർ എങ്ങനെയാണ് ഒരു മാനവ സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ വേണ്ടി പ്രയത്നിച്ചിട്ടുള്ളത് എന്ന കാര്യങ്ങളാണല്ലോ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അതിൽ അവർ ജീവിതത്തെ സന്തോഷപരമാക്കി തീർക്കുവാൻ വേണ്ടി, അർത്ഥവത്താക്കി തീർക്കുവാൻ വേണ്ടിയിട്ട് അവർ ഓരോരോ രചനകൾ നടത്തുകയും ഇതിഹാസങ്ങൾ, വേദം, ആരണ്യകം, പുരാണങ്ങൾ മുതലായവ കൂടാതെ മനസ്സിലേക്ക് ഊർജം ലഭിക്കുവാൻ തക്കവണ്ണം ഓരോരോ ഈശ്വര ബിംബങ്ങളെ പ്രതിഷ്ഠിച്ച് അവയെ നമ്മുടെ മനസ്സിലേക്ക് കടത്തി വിടുവാൻ പാകത്തിന് ഓരോരോ സങ്കല്പങ്ങളെ ഉദ്ധരിച്ച് അവയ്ക്ക് വേണ്ടിയുള്ള മന്ത്രങ്ങളും തന്ത്രങ്ങളും യന്ത്രങ്ങളും ആവിഷ്കരിച്ച് നമ്മുടെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തിലേക്ക് അവയെ ഉത്തേജനം ലഭിക്കുവാൻ വേണ്ടി, ജീവിതത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് എങ്ങനെ അവർ നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ചു എന്നും നമ്മൾ മനസ്സിലാക്കി. അതിൽ തന്നെ ഈശ്വര സങ്കല്പത്തിൽ ബ്രഹ്മാവ്, വിഷ്ണു മഹേശ്വരന്മാരായ ത്രിമൂർത്തികളും ശിവചൈതന്യവും സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളും ഗണപതി സങ്കല്പവും സുബ്രഹ്മണ്യ സങ്കല്പവും എല്ലാം പറഞ്ഞു. അതുകൂടാതെ എങ്ങനെ ബുദ്ധിയും യുക്തിയും ഭക്തിയും ഉപയോഗിച്ച് എങ്ങനെ ജീവിതത്തെ ധന്യമാക്കാം എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ നാരായണ ഭട്ടതിരിയുടെ കഥകളിലൂടെ മനസ്സിലാക്കി. ഇനി നമുക്ക് അവരുടെ ഇതിഹാസങ്ങളിലേക്ക് ഒന്ന് പ്രവേശിച്ച് നോക്കാം. എന്താണ് ഇതിഹാസം എന്ന് പലർക്കും അറിയാവുന്നതാണ്. ഇഹ ഇതി ആസീത് ഇഹ ഇതിഹാസം. ഇവിടെ ഇപ്രകാരം നടന്നിരുന്നു എന്ന് പറയുന്നതാണ് ഇതിഹാസം. ഈ ഇതിഹാസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതിൽ വിവരിച്ചിരിക്കുന്ന സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ കഥകളിൽ, അതും അല്ലെങ്കിൽ നടന്ന സംഭവങ്ങളിൽ അവർ ഒരു ചരിത്രാഖ്യായിക പോലെ അതിനകത്ത് കഥകളും ഉപകാരപൂർണമായ സന്ദർഭങ്ങളും കൂടാതെ അന്ന് നടന്ന യഥാർത്ഥ സംഭവങ്ങളും കൂടി ഇഴവിരിച്ചാണ് അവർ അത് നടപ്പിലാക്കിയിട്ടുള്ളത്. ആ കൂട്ടത്തിൽ ഈ എഴുതിയ ചരിത്രകാരനും അതിനകത്ത് ഒരു കഥാപാത്രമായിരിക്കും. അതാണ് ഇതിഹാസത്തിൻ്റെ പ്രത്യേകത. രാമായണത്തിലായാലും മഹാഭാരതത്തിലായാലും രണ്ടിലും രാമായണം എഴുതിയ വാൽമീകി മഹർഷി അതിലൊരു കഥാപാത്രമാണ്. അതുപോലെ തന്നെ മഹാഭാരതം രചിച്ച വ്യാസമഹർഷി തന്നെ അതിനകത്ത് ഒരു കഥാപാത്രമായി വരുന്നു. മാത്രമല്ല, മഹാഭാരതത്തിന് വേറൊരു പ്രത്യേകതയുണ്ട്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ സന്തതി പരമ്പരകളെക്കുറിച്ചാണ് കൂടുതലും അതിനകത്ത് വിവരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മഹാഭാരത കഥയിലേക്ക് ഒന്ന് പ്രവേശിച്ച് നോക്കാം. എന്താണ് മഹാഭാരതം? ഭാരതം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രമാണെന്ന് പലർക്കും അറിയാം. പക്ഷേ ആ ഭാരതം എന്ന ശബ്ദത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഭാവ രാഗ താളങ്ങളോടുകൂടിയ ഭൂമി എന്ന് വേണി പറയാം. പക്ഷേ അതിനേക്കാൾ അർത്ഥവത്തായ ഒരു ഗൂഢാർത്ഥം അതിനകത്തുണ്ട്. രഥം, അതായത് ഭ പ്ലസ് രഥം എന്നാണ് അതിനെ പിരിച്ചെഴുതിയാൽ കിട്ടുന്നത്. ഭ എന്ന് വച്ചാൽ തേജസ്, പ്രകാശം മുതലായവയാണ് അതിനർത്ഥം. ഭാസ്കരൻ എന്ന് പറയുന്നത് പോലെ തന്നെ ഭാസ് അഥവാ ഭ എന്ന് പറഞ്ഞാൽ പ്രകാശം എന്നാണ് അർത്ഥം. രഥം എന്ന് വച്ചാൽ രമിക്കുക, സുരഥം എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ ഇഴുകിച്ചേരുക, ലയിച്ചു ചേരുക മുതലായവയാണ്. അതുപോലെ സന്തോഷം കണ്ടെത്തുക മുതലായവയാണ്
ഈ രഥം എന്നുള്ളതിൻ്റെ അർത്ഥം. അപ്പോൾ ഭാരതം എന്നുള്ളതിൻ്റെ അർത്ഥം പ്രകാശത്തിലേക്ക് അലിഞ്ഞു ചേരാൻ ആഗ്രഹിക്കുന്നവർ, അഥവാ ഇഴുകിച്ചേരാൻ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ അതിൽ പ്രകാശത്തിൽ സന്തോഷം കണ്ടെത്തുന്നവർ, സായുജ്യം കണ്ടെത്തുന്നവർ മുതലായവയാണ് അതിൻ്റെ അർത്ഥം. എന്താണ് ഈ പ്രകാശം എന്ന് പറയുന്നത്? നമ്മൾ യോഗശാസ്ത്രത്തിൽ പറഞ്ഞു, നമ്മുടെ ആജ്ഞാചക്രത്തിലെ ജ്യോതിസിനെയാണ് സാധാരണ യോഗീശ്വരന്മാർ ധ്യാനിക്കുന്നത് എന്ന് പറഞ്ഞു. ആ പ്രകാശത്തെയാണ് അവർ നിരീക്ഷിക്കുന്നതും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ് ഈ പ്രകാശം, ഈ ഇതിഹാസത്തിലെ പ്രകാശം എന്ന് വച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും, മനസ്സിന് സന്തോഷം കിട്ടണം. ആ സന്തോഷത്തിന് വേണ്ടിയാണ് മനുഷ്യരുടെ പരക്കമ്പാച്ചിൽ മുഴുവനും ഉള്ളത്. അപ്പോൾ ആ സന്തോഷത്തിന് വേണ്ടിയുള്ള പരക്കമ്പാച്ചിൽ അല്ലെങ്കിൽ അന്വേഷണമാണ് ഈ ഭാരതത്തിലൂടെ വ്യാസമഹർഷി നമുക്ക് പറഞ്ഞു തരുന്നത്. ഇവിടെ ശന്തനുവിൻ്റെ കഥ തുടങ്ങി അവസാനം പാണ്ഡവരുടെ മഹാപ്രസ്ഥാനം വരെയുള്ള കഥകൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഈ മനസ്സന്തോഷത്തിന്, മനസ്സിൻ്റെ സംതൃപ്തിക്കും സമാധാനത്തിനും വേണ്ടിയുള്ള നെട്ടോട്ടമാണ് ഈ കഥകളിലെല്ലാം വിവരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ജീവിതത്തിൽ പല ഘട്ടങ്ങളെയും തരണം ചെയ്ത് ആദ്യമായി സമ്പത്ത് ഉണ്ടാക്കിയാൽ നമുക്ക് സന്തോഷം കിട്ടും എന്ന് വിചാരിച്ച് സമ്പത്തിൻ്റെ പുറകെ ഓടി അവ ഉണ്ടാക്കുവാനായിട്ട് നടന്നു. പിന്നീട് അതല്ല, പദവി കിട്ടിയാൽ സമാധാനം കിട്ടുന്നു എന്ന് കരുതി ഇതെല്ലാത്തിൻ്റെ പുറകെ പോയിട്ടും ഇതൊന്നും അവരുടെ മനസ്സിൻ്റെ സന്തോഷത്തിന് അവർക്ക് ഉതകുന്നില്ല. അതാണ് ഈ മഹാഭാരത കഥയിൽ വ്യക്തമായിട്ടും പറയുന്നത്. മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാൻ വേണ്ടിയുള്ള ചെറിയ ചെറിയ നെട്ടോട്ടങ്ങളും അതിൽ പറ്റുന്ന അബദ്ധങ്ങളും അവ കൂടി വന്ന് ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക്, അതായത് മഹാഭാരത യുദ്ധത്തിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്തത്. ഇതെല്ലാം നേടി ജയിച്ച പാർട്ടിക്കാകട്ടെ, അതായത് പാണ്ഡവപക്ഷത്താകട്ടെ, അവർ ആഗ്രഹിച്ചതെല്ലാം നേടിക്കഴിഞ്ഞിട്ടും മനസ്സിൻ്റെ സന്തോഷം എന്നുള്ളത് അവർക്ക് ലഭിച്ചില്ല. അങ്ങനെയാണ് അവർ അഭിമന്യുവിൻ്റെ പുത്രനായ പരീക്ഷിത്തിനെ രാജാവായി അഭിഷേകം ചെയ്ത് എല്ലാം ത്യജിച്ച് മനഃശാന്തിക്ക് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചത്. അങ്ങനെ ഇവർ 5 പേരും പാഞ്ചാലിയും കൂടി ഒരു പ്രസ്ഥാനത്തിലേക്ക്, അതായത് മനസ്സിൻ്റെ ശാന്തി അന്വേഷിച്ച് പോവുകയാണ്. ആ പോകുന്ന പോക്കിൽ ഓരോരുത്തരായി വീഴുന്നു. അപ്പോഴും യുധിഷ്ഠിരന് യഥാർത്ഥ ധർമ്മം എന്താണെന്ന് തെളിഞ്ഞു കിട്ടുന്നില്ല. ഓരോന്ന് ചെയ്യുമ്പോഴും അതാണ് ധർമ്മം, ഞാൻ പഠിച്ചിട്ടുള്ള അതാണ് എന്ന രീതിയിലാണ് പോകുന്നത്. മനസ്സിലേക്ക് യഥാർത്ഥ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്ന് അദ്ദേഹത്തിന് അപ്പോഴും മനസ്സിലായില്ല. അങ്ങനെ പോയി അവസാനം ഇദ്ദേഹം മാത്രമായി തീരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ആദ്യം മുതലേ ഉണ്ടായിരുന്ന ഒരു തല കൊഴുത്ത നായും മാത്രമായി തീർന്നു. അപ്പോഴാണ് മുകളിൽ നിന്നും ഇദ്ദേഹത്തെ കൊണ്ടുപോകാനായിട്ട് തേരുമായിട്ട് വരുന്നത്. ഈ സമയത്ത് അദ്ദേഹം തൻ്റെ ഒപ്പം വന്ന ഈ നായെ ഉപേക്ഷിച്ച് പോകാൻ തയ്യാറായില്ല. അതിന് വേണ്ടാത്ത ഒരു സുഖം എനിക്കും വേണ്ട എന്ന രീതിയിൽ അദ്ദേഹം പ്രതികരിച്ചു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് സ്വർഗം പോകാൻ സാധ്യത ഉണ്ടായത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അളവറ്റ ധനവും ശാസ്ത്രവും എല്ലാം നേടിയിട്ടും മനഃശാന്തി കിട്ടിയത് യഥാർത്ഥത്തിൽ സഹജീവികളോടുള്ള ആത്മാർത്ഥമായ സ്നേഹവും ഉണ്ടായപ്പോൾ മാത്രമാണ്. ആ മുഹൂർത്തത്തിലാണ് അദ്ദേഹത്തിന് മോക്ഷം കിട്ടി എന്ന് പറയുന്നത്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ ചുട്ടുപഴുത്ത് കിടക്കുന്ന മരുഭൂമിയിൽ ഒരു പ്രതിഭാസമുണ്ട്. അതിനെ മരീചിക എന്നാണ് പറയുന്നത്, അഥവാ കാനൽ ജലം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. എന്താണ് ഈ കാനൽ ജലം എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഒരു ജീവി അല്ലെങ്കിൽ ഒരു മൃഗം ദാഹിച്ച് വലഞ്ഞ് ചുട്ടുപൊള്ളുന്ന മണലിൽ കൂടി എന്ത് ചെയ്യണം എന്നറിയാതെ മുൻപോട്ട് വരുമ്പോൾ അങ്ങ് അകലെയായിട്ട്
വെള്ളം ഓളം വെട്ടുന്നതായിട്ട് ഇതിന് തോന്നും. യഥാർത്ഥത്തിൽ അവിടെ ജലമില്ല. പക്ഷേ ഈ സൂര്യൻ്റെ ചൂട് കൊണ്ട് അതിന് മണലിൽ നിന്ന് ആവി മേൽപോട്ട് പൊങ്ങുമ്പോൾ, ദൂരയിൽ നിന്ന് പൊങ്ങുന്ന കാണുമ്പോൾ അതിന് തോന്നുന്ന ഒരു ഭ്രമമാണ് അവിടെ ജലമുണ്ടെന്നുള്ളത്. അപ്പോൾ ഈ ജീവി ഇവിടെ നിന്ന് നേരെ ആ ജലം ഉണ്ട് എന്ന് തോന്നിയ ദിക്കിലേക്ക് ഓടിയെത്തുകയാണ്. അവിടെ ചെല്ലുമ്പോഴാണ് ഇനിയും അത്രയും ദൂരെയാണ് ഈ ജലം കിടക്കുന്നതെന്ന്. ഇങ്ങനെ അത് ഒരു ദിക്കിൽ നിന്ന് മറ്റൊരു ദിക്കിലേക്ക് ഓടി 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 തളർന്ന് ഒടുക്കം ജലം കിട്ടാതെ, ദാഹജലം കിട്ടാതെ അവിടെ വീണ് മരിക്കുകയാണ്. ഇതാണ് സാധാരണ ജനങ്ങൾ എന്നല്ല, ഒട്ടുമിക്ക ജനങ്ങൾക്കും പറ്റുന്ന ഒരു അബദ്ധമാണ്. സമ്പത്തും ഐശ്വര്യവും പ്രശസ്തിയും കിട്ടിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ സമാധാനമാകും എന്നുള്ളത്. പക്ഷേ അവിടെ ഇതെല്ലാം നേടിക്കഴിയുമ്പോഴാണ് അവിടെ ഒന്നും നമുക്ക് ഉദ്ദേശിച്ച മനഃശാന്തി കിട്ടുന്നില്ല എന്ന സത്യം മനസ്സിലാകുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മഹർഷീശ്വരന്മാര് അവരുടെ ഗ്രന്ഥങ്ങളിലൂടെ, പ്രത്യേകിച്ചും ഈ ഇതിഹാസങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്ന സന്ദേശവും. തുടർന്നുള്ള കഥകൾ നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. നമസ്കാരം.